നമസ്കാരം. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭാഗം നെഗ്രിറ്റ്യൂഡാണ്. നെഗ്ര എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് നെഗ്രിറ്റ്യൂഡ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി. 1930 മുതൽ 1960 വരെ നീണ്ടു നിൽക്കുന്ന കറുത്തവർഗക്കാരുടെ സാഹിത്യ പ്രസ്ഥാനത്തെയും കലാസമീപനങ്ങളെയുമാണ് നെഗ്രിറ്റ്യൂഡ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പാരീസാണ് ഈ പ്രസ്ഥാനത്തിന് അടിത്തറ നൽകിയത്. കൊളോണിയൻ ഭരണത്തിന് കീഴിലായിരുന്ന ആഫ്രിക്കയിലെയും കരീബിയയിലെയും പ്രവാസികളായ സാഹിത്യകാരന്മാർ പാരീസിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത്. കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും വിധേയമായ കറുത്ത വർഗക്കാരുടെ സ്വത്വബോധത്തെയാണ് ഈ പ്രസ്ഥാനം പ്രതിനിധീകരിച്ചത്. നീഗ്രോ എന്ന് വിളിച്ച് അപമാനിക്കുന്നതിനോടുള്ള പ്രതികരണമായിരുന്നു നെഗ്രിറ്റ്യൂഡ് എന്ന ആശയം. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് സിസേറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതിയായ മാതൃഭൂമിയിലേക്കുള്ള മടക്കത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന കവിതയിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. പ്രതിരോധത്തിൻ്റെ ഒരു തന്ത്രം എന്ന നിലയിലായിരുന്നു ഇതിൻ്റെ പ്രയോഗം. ആഫ്രിക്കൻ സംസ്കാരം പ്രാകൃതമാണെന്ന കാഴ്ചപ്പാടിനോടുള്ള വെല്ലുവിളിയായിരുന്നു സിസേറിൻ്റെ രചനകൾ. ഇതിൻ്റെ ഫലമായി കറുത്ത വിദ്യാർത്ഥി എന്ന പേരിൽ ഒരു മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു. കവിതയും നാടകവും നോവലുമുൾപ്പെടെ എല്ലാ സാഹിത്യശാഖകളെയും ഈ പ്രസ്ഥാനം സ്വാധീനിച്ചു. കൊളോണിയലിസത്തിനെതിരായ എതിർപ്പ്, യൂറോപ്പിലെ മനുഷ്യത്വമില്ലായ്മയെ അപലപിക്കുക, പാശ്ചാത്യ ആധിപത്യത്തെയും ആശയങ്ങളെയും നിരാകരിക്കുക എന്നിവയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ആശയങ്ങൾ. കറുത്ത വർഗക്കാർക്ക് അഭിമാനബോധമുണ്ടെന്നും അത് ആഫ്രിക്കൻ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നും ഇവർ വാദിച്ചു. വംശീയതയ്ക്കും കൊളോണിയൽ അനീതിക്കെതിരെയുമുള്ള ശക്തമായ സാഹിത്യ പ്രസ്ഥാനമായിരുന്നു നെഗ്രിറ്റ്യൂഡ്. സോയിങ്കയെപ്പോലെയുള്ള എഴുത്തുകാർ ഈ പ്രസ്ഥാനത്തിലെ തനിമവാദത്തെ വിമർശിച്ചിരുന്നു. എന്നാൽ വിമർശകരുൾപ്പെടെയുള്ള ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും കറുത്തവർഗക്കാരുടെ ചിന്തകളിൽ നെഗ്രിറ്റ്യൂഡ് ശക്തമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി. അധിനിവേശ ശക്തികൾ അടിച്ചമർത്തിയ കറുത്തവർഗക്കാരൻ്റെ പ്രഖ്യാപനമായിരുന്നു നെഗ്രിറ്റ്യൂഡ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആഫ്രിക്കയുടെ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. മുതലാളിത്ത ഭാവമുള്ള പാശ്ചാത്യർ നിരന്തരമായി ആഫ്രിക്കൻ ജനതയെ ചൂഷണം ചെയ്യുകയായിരുന്നു. ധാരാളം ആഫ്രിക്കക്കാർ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും കോളനിയായിരുന്നു ആഫ്രിക്ക. സ്വർണ്ണഖനികളായിരുന്നു ആഫ്രിക്കയുടെ പ്രധാന ആകർഷണം. ഭൗതിക ചൂഷണത്തോടൊപ്പം സാമൂഹികമായ ചൂഷണവും ആഫ്രിക്ക അനുഭവിച്ചു. വെള്ളക്കാരൻ അവൻ്റെ വെളുപ്പിൽ മുദിതനാണ്, കറുത്തവൻ അവൻ്റെ കറുപ്പിലും എന്ന ഫ്രാൻസ് ഫാനൻ്റെ വാക്കുകൾ ഈ മാനസികാവസ്ഥയെ കൃത്യമായി അവതരിപ്പിച്ചു. വെളുത്തവനുമായുള്ള താരതമ്യത്തിൽ കറുത്തവർ ഒന്നിനും കൊള്ളാത്തവരായി മാറി. ഇതിനെതിരെയുള്ള ശക്തമായ ചിന്ത എന്ന നിലയിലാണ് നെഗ്രിറ്റ്യൂഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. ഹെഗിസിപ്പി ലെജിറ്റിമസ്, റെനെ ബോയ്സ്ന്യൂഫ്, ഗ്രാറ്റിൻ കാൻഡേസ് തുടങ്ങിയവർ കറുത്തവൻ വെളുത്തവന് തുല്യനാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് വലിയൊരു മാറ്റത്തിന് കാരണമായി തീർന്നു. 1921 നീഗ്രോ ആന്തോളജി എന്ന പേരിൽ ബ്ലെയ്സ് സോദ്രാസ് സമാഹരിച്ചു. ആഫ്രിക്കൻ പുരാവൃത്തങ്ങളും നാടോടി കഥകളും കവിതകളും ആഫ്രിക്കക്കാരൻ്റെ വിശേഷജ്ഞാനം ലോകത്തെ ബോധ്യപ്പെടുത്തി. കൊളോണിയൽ ശക്തികളെ മനുഷ്യാവകാശങ്ങളുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന നോവലുകളും അക്കാലത്തുണ്ടായി. കൊളോണിയൽ ശക്തികൾക്കെതിരെയുള്ള ഈ പ്രസ്ഥാനം കറുത്തവർഗക്കാരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ട്. പിൽക്കാലത്തുണ്ടായ പല രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കും ഇത് പ്രചോദനമായി. കറുത്തവൻ്റെ അഭിമാനബോധത്തിൻ്റെ മേൽവിലാസമായി നെഗ്രിറ്റ്യൂഡ് പ്രസ്ഥാനം മാറി. കറുത്തവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമാക്കുന്ന ഏതൊരെഴുത്തും ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നു.